ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ആൾട്ടോ വാഗനർ, അതായത് പഴയ മോഡൽ വാഗനർ ആൾട്ടോ കേട്ടന് 800 ആൾട്ടോ 800. അപ്പോൾ ഈ ഒരു വണ്ടികളിൽ മെയിനായിട്ട് കണ്ടുവരുന്നത്, അത് മെയിനായിട്ടില്ല, ചില സമയത്തിൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് കഴിഞ്ഞാൽ ഒരു കിലി സൗണ്ട് അടിഭാഗത്ത് നിന്ന് ചെറുതായിട്ട് നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുന്ന സമയത്ത് അതൊന്ന് കൂടുട്ടോ, ഒരു കിലി സൗണ്ട് ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ സ്റ്റീരിയോ പാട്ട് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അറിയില്ല കേട്ടോ. അല്ലാത്ത സമയത്ത്, പാട്ട് ഓണാവാത്ത സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കിരി റേസിന് സമയത്ത് വൈബ്രേഷൻ കൂടുന്ന സമയത്ത് ഒരു കിരി സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് ആ സൗണ്ട് വരുന്നത് സൈലൻസറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടോ, സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്ന്. അതായത് സൈലൻസറിൻ്റെ മഫ്ലർ ഉണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിൽ പ്ലേറ്റുകൾ ഉണ്ടായിരിക്കും. കുറേ കാലം കഴിഞ്ഞാൽ അത് തുരുമ്പ് പിടിക്കും. സൈലൻസർ തുള വരാറുണ്ട്. പെട്രോൾ വണ്ടിക്ക് കൂടുതൽ പെട്ടെന്ന് സൈലൻസർ പോകാറുണ്ട്. അത് മാരുതിൻ്റെ വണ്ടിക്കും പിന്നെ ഹുണ്ടായിൻ്റെ ഇയോൺ ആയിട്ട് പിന്നെ സൈലൻസറൊക്കെ പെട്ടെന്ന് പോകാറുണ്ട്, അതായത് ഹോൾ വന്നിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ മഫ്ലറിൻ്റെ ഉള്ളിൽ പ്ലേറ്റുകൾ ഉണ്ടായിരിക്കും. ആ പ്ലേറ്റുകൾ തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ അത് പൊടിയും, ആ പ്ലേറ്റ് തുരുമ്പായിട്ട് പൊടിയും. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എഞ്ചിൻ്റെ വൈബ്രേഷൻ ചെറുതായിട്ട് സൈലൻസറിൽ കിട്ടും. അപ്പോൾ അത് കിടന്നിട്ട് അടിക്കുന്ന സൗണ്ട്, അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ തെറിച്ച് ആവുന്ന സൗണ്ടാണ് അത്. അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ സൈലൻസർ മാറ്റുക. സൈലൻസർ മാറ്റാൻ താല്പര്യമില്ലാത്തവർക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് കളയാൻ പറ്റും കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഓടിക്കുക. പിന്നെ ആ ഭാഗത്ത് പിന്നെ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തുരുമ്പ് വരുമല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ എന്തായാലും മാറേണ്ടി വരും. അപ്പോൾ ഞാൻ പൊടി കാണിച്ചു തരാം, ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഒരു സൈലൻസർ ഹോൾ വന്നിട്ട് മാറ്റാൻ വേണ്ടി അയച്ചു. അപ്പോൾ അതിനകത്ത് പൊടി, നല്ലപോലെ പൊടി ഉണ്ടായിരുന്നു. ആ പൊടിയെ തട്ടി കാണിച്ചു. അപ്പോൾ ഈ ഒരു പൊടിയാണ് ആ കടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇത് വെറുതെ കിടന്നുണ്ടായിരുന്ന ടൈപ്പ് തുള്ളിച്ചാടിക്കണം. ആ സമയത്ത് മെറ്റലാകുമ്പോൾ സൗണ്ട്, അതാണ് അതിൻ്റെ സൗണ്ട് കേട്ടോ. ഇത് ചെറിയ സൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിലുള്ള സ്റ്റീരിയോ വെച്ച് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ പാട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റില്ല, ഉള്ളിൽ അറിയാൻ പറ്റില്ല. പാട്ട് വെക്കാതെ വെറുതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചിലർ പാട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. ചിലർ പിന്നെ അത് ഒന്നെങ്കിൽ സൈലൻസർ മാറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ആ സാധനം കളയാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് നിങ്ങളെ സാമ്പത്തികം അനുസരിച്ച് ചെയ്യാം. ഒന്നെങ്കിൽ പാട്ട് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അപ്പം മെയിൻ അതിൻ്റെ കംപ്ലൈൻറ്റ്, സൗണ്ടിൻ്റെ മെയിൻ കംപ്ലൈൻറ്റ് ഇതാണ്ടോ, ഈ സൈലൻസറിനുള്ള ആ പ്ലേറ്റ് പൊട്ടിയിട്ട് തുരുമ്പായി പൊട്ടി കാടുന്ന് അടിക്കുന്ന സൗണ്ട് ഉണ്ടോ. വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.